തെക്കൻ കൊറിയയിൽ വിമാന ദുരന്തം. മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടം. 28 പേർ മരിച്ചു. ലാൻഡിംഗിനിടെ വിമാനം തെന്നിമാറി തകരുകയായിരുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും എസ് സാരംഗ് ചേരും. അതിനു മുമ്പ് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 28 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് ചേരുന്നു. സാരംഗ്, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്? അശ്വതി, ഉത്തര കൊറിയയിൽ ജോജു എയർലൈൻസ് ആണ് തകർന്നു വീണത്. അത് ലാൻഡിംഗ് ഗിയറിൽ തകരാറ് കാരണം എയർലൈൻസ് ലാൻഡിങ്ങിനിടെ ബെല്ലി ലാൻഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. എയർലൈൻസിലെ റൺവേയിലെ മതിലിടിച്ചായിരുന്നു തകർന്നത്. യാത്രക്കാർ 181 പേര്, 5 ക്രൂ മെമ്പർ അടക്കം 181 പേര് വിമാനത്തിലുണ്ടായിരുന്നു. അപകടത്തിൽ 2 പേർ രക്ഷപ്പെട്ടതായാണ് സ്ഥിരീകരിക്കാത്ത വിവരം വരുന്നത്. റയൻ എയർലൈൻസിൽ നിന്നും 2017 ജോജു എയർലൈൻസ് വാങ്ങിയിട്ടുള്ള ബോയിങ് 737 ആണ് അപകടത്തിൽപ്പെട്ടത്. ബെല്ലി ലാൻഡിങ്ങിനിടെയാണ് അപകടം നടന്നത്. 181 പേരിൽ 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ബെല്ലി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെയാണ് അപകടം നടന്നിട്ടുള്ളത്. കസാഖിസ്ഥാനിൽ അസർബൈജാൻ എയർലൈൻസ് തകർന്നു വീണ് ദിവസങ്ങൾ കഴിഞ്ഞതിനിടെയാണ് ഉത്തര കൊറിയയിൽ വീണ്ടും ഒരു അപകടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അശ്വതി. ശരി സാരംഗ്, എന്തായാലും ദക്ഷിണ കൊറിയയിൽ വിമാന അപകടം ഉണ്ടായിരിക്കുന്നു. 28 യാത്രക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് മുവാൻ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ ആണ് ഈ അപകടം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ലാൻഡ് ചെയ്യുന്നതിനിടെ ചുറ്റുമതിലേക്ക് ഇടിച്ചു കയറുന്ന വിമാനം. 175 യാത്രക്കാരടക്കം 181 പേരാണ് തായ്ലാന്റിൽ നിന്നും എത്തിയ ജെജു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ആണ് ഈ അപകടം ഉണ്ടായത്. റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം ചുറ്റുമതിലേക്ക് ഇടിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപകടത്തിന്റെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 175 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. പക്ഷി ഇടിച്ചതിനെ തുടർന്നാണ് അപകടമെന്ന പ്രാഥമിക നിഗമനങ്ങൾ വരുന്നുണ്ട്. അതിൽ കൃത്യത വരേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോകാം. പ്രാദേശിക സമയം രാവിലെ 9 മണിയോടെയാണ് അവിടെ വിമാനം തകർന്നു വീണത്. 2 പേരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിമാനത്തിലെ തീ അണച്ചതായും അഗ്നിശമന സേന അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ നിരവധി പേരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയർന്നേക്കാം.